എല്ലാവർക്കും മോളിവുഡിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ആശകളായിരം, സംഭവം, ആപ് കൈസേ ഹോ എന്നിങ്ങനെയുള്ള മൂവികളുടെ OTT റിലീസുകളെ കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഇനിയും ഇങ്ങനെയുള്ള വീഡിയോസ് ലഭിക്കുന്നതിന് നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഫസ്റ്റത്തെ മൂവി സംഭവം അധ്യായം 1. അസ്കർ അലി, വിനീത് കുമാർ, സിദ്ധാർത്ഥ് വർദ്ധൻ, ചെന്തിൽ കൃഷ്ണ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജിത്തു സജീശൻ സംവിധാനം ചെയ്തൊരു മിസ്റ്ററി ഫാന്റസി ടൈം ലൂപ്പ് ത്രില്ലറാണ് സംഭവം അധ്യായം 1. ഈ മൂവിയുടെ വേൾഡ് വൈഡ് ഗ്രോസ് 6,62 ലക്ഷമാണ്. 2026 മാർച്ച് 6 റിലീസ് ചെയ്ത ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമായിരിക്കുന്നത് ജിയോ ഹോട്ട്സ്റ്റാർ ആണ്. ഏപ്രിൽ 15 അതായത് വിഷുവിനോടനുബന്ധിച്ച് ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് ആപ് കൈസേ ഹോ. ധ്യാൻ ശ്രീനിവാസന്റെ തിരക്കഥയിൽ ധ്യാൻ ശ്രീനിവാസൻ, അബു സലീം, ശിവജിത്ത് പത്മനാഭൻ എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ഷാൻ തുളസീധരൻ സംവിധാനം ചെയ്തൊരു കോമഡി ഡ്രാമ ഫിലിമാണ് ആപ് കൈസേ ഹോ. തിയേറ്ററിൽ പരാജയപ്പെട്ട ഈ മൂവി ഇതുവരെ OTT റിലീസ് ചെയ്തിട്ടില്ല. ഇപ്പോഴത്തെ ഈ മൂവി അമൃത TVയിലൂടെ വിഷുദിനത്തിൽ സംപ്രേഷണം ചെയ്യാൻ ഒരുങ്ങുന്നു. അടുത്തൊരു കൊറിയൻ സീരീസ് ആണ് ഇഫ് വിഷസ് കുഡ് കിൽ. ഒരു ഹൊറർ സീരീസ് ആണ് ഇഫ് വിഷസ് കുഡ് കിൽ. ഒരു മൊബൈൽ ആപ്പിലൂടെ നമ്മുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ് ഈ സിനിമയുടെ പ്രമേയം. ഏപ്രിൽ മാസം 24 നെറ്റ്ഫ്ലിക്സിലൂടെ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഹിന്ദി വെബ് സീരീസ് ആണ് മട്കാ കിങ്. ഒരു ക്രൈം ത്രില്ലർ വെബ് സീരീസ് ആണ് മട്കാ കിങ്. വിജയ് വർമ്മ കേന്ദ്ര കഥാപാത്രമായി എത്തുന്ന ഈ മൂവി സംവിധാനം ചെയ്തിരിക്കുന്നത് നാഷണൽ അവാർഡ് വിന്നർ നാഗരാജ് മഞ്ചുളയാണ്. ഏപ്രിൽ 17 മുതൽ ആമസോൺ പ്രൈം വീഡിയോസിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു മലയാളം മൂവിയാണ് ഹാൽ. സംഗീതത്തിനും പ്രണയത്തിനും പ്രാധാന്യം നൽകി ഷെയ്ം നിഗം പ്രധാന വേഷത്തിലെത്തിയ ഒരു മ്യൂസിക്കൽ ഇമോഷണൽ ഡ്രാമ ഫിലിമാണ് ഹാൽ. വീര സംവിധാനം ചെയ്ത ഈ മൂവിയിൽ ഷെയ്ം നിഗത്തിനെ കൂടാതെ സാക്ഷി വൈദ്യയും പ്രധാന വേഷത്തിലെത്തുന്നു. മനോരമാക്സിലൂടെയും സൺനെക്സിലൂടെയും OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്ത മലയാള മൂവി ആശകൾ 1000. സിനിമയ്ക്ക് തിയേറ്ററിൽ നിന്നും സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയുടെ ആദ്യ പകുതി നല്ല രസകരമായ രീതിയിലും രണ്ടാം പകുതി വൈകാരിക നിറഞ്ഞതുമാണെന്നാണ് പ്രേക്ഷക പ്രതികരണം. ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് ജയറാം, കാളിദാസ് ജയറാം, ആശ ശരത് എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി ജി പ്രജിത്ത് സംവിധാനം ചെയ്തൊരു ഫാമിലി ഫീൽ ഗുഡ് മൂവിയാണ് ആശകൾ 1000. C5 ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത്. മലയാളം കൂടാതെ തമിഴ്, തെലുങ്ക് ഭാഷകളിൽ ഏപ്രിൽ മാസം സർപ്രൈസായി സ്ട്രീമിംഗ് ആരംഭിക്കുമെന്നുള്ള റിപ്പോർട്ടുകളുണ്ട്. അടുത്തൊരു തെലുങ്ക് മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. ഹരീഷ് ശങ്കറിന്റെ സംവിധാനത്തിൽ പവൻ കല്യാൺ നായകനായി 2026 മാർച്ചിൽ റിലീസ് ചെയ്ത ഒരു ആക്ഷൻ ത്രില്ലർ മൂവിയാണ് ഉസ്താദ് ഭഗത് സിംഗ്. തമിഴിൽ വിജയുടെ ഹിറ്റ് ചിത്രമായ തെറി എന്ന സിനിമയുടെ റീമേക്കാണ് ഈ മൂവി. നെറ്റ്ഫ്ലിക്സ് ആണ് ഈ മൂവിയുടെ OTT റൈറ്റ്സ് നേടിയിരിക്കുന്നത്. തെലുങ്ക്, തമിഴ്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ ഏപ്രിൽ 24 മുതൽ ഈ മൂവി OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു ഇംഗ്ലീഷ് ആനിമേഷൻ സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് ടെയിൽസ് ഫ്രം 85. നെറ്റ്ഫ്ലിക്സിന്റെ ഹിറ്റായ സീരീസായ സ്ട്രേഞ്ചർ തിങ്സിന്റെ ഒരു ആനിമേഷൻ സ്പിൻ ഓഫ് സീരീസ് ആണ് സ്ട്രേഞ്ചർ തിങ്സ് ടെയിൽസ് ഫ്രം 85. നെറ്റ്ഫ്ലിക്സിലൂടെ ഏപ്രിൽ 23 മുതൽ ഈ സീരീസ് സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തതൊരു തമിഴ് മൂവിയാണ് തായ് കിഴവി. നവാഗതനായ ശിവകുമാർ മുരുകേശന്റെ സംവിധാനത്തിൽ രാധിക, മുനിഷ്കാന്ത്, സിംഗപുലി, ബാല ശരവണൻ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിലെത്തിയ ഒരു കോമഡി ഡ്രാമ ഫിലിമാണ് തായ് കിഴവി. സ്ത്രീകളുടെ സാമ്പത്തിക സ്വാതന്ത്ര്യത്തിന്റെയും കരുത്തിന്റെയും ആവശ്യകത സിനിമ ചർച്ച ചെയ്യുന്നതോടൊപ്പം പണത്തോടുള്ള ത്യാഗത്തെ പരിഹസിക്കുന്നതും ചർച്ച ചെയ്യുന്നു. ധീരതയും തന്റെടിയുമായ ഒരു വൃദ്ധയെ കേന്ദ്രീകരിച്ചാണ് സിനിമ നീങ്ങുന്നത്. സ്വന്തം മക്കൾക്കും ഗ്രാമവാസികൾക്കും അസ്വസ്ഥതയും പേടിയും ഉണ്ടാകുന്ന സ്വഭാവമാണ് വൃദ്ധയുടേത്. ജിയോ ഹോട്ട്സ്റ്റാറിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തത് ഒരു മലയാളം മൂവിയാണ് കണിമംഗലം കോവിലകം. പ്രശസ്തമായ ഒരു വെബ് സീരീസിനെ ആസ്പദമാക്കിയാണ് ഈ ചിത്രം നിർമ്മിച്ചിരിക്കുന്നത്. രാജേഷ് മോഹന്റെ സംവിധാനത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സായ അജ്മൽ ഖാൻ, അഭിജിത്ത്, മുഹമ്മദ് റാഫി എന്നിവരെ കേന്ദ്ര കഥാപാത്രങ്ങളാക്കി. ഒരു ഹോസ്റ്റലിനും കോളേജിനും ഇടയിലുള്ള പഴയ ശ്മശാനത്തെ കേന്ദ്രീകരിച്ചുള്ളതാണ് ഈ സിനിമ. ഒരു ഹൊറർ കോമഡി സിനിമയാണ് കണിമംഗലം കോവിലകം. സൺനെക്സിലൂടെ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. അടുത്തതൊരു തമിഴ് മൂവിയാണ് യൂത്ത്. ഒരു റൊമാൻറ്റിക് കോമഡി ഡ്രാമയാണ് യൂത്ത്. കെൻ കരുണാസ് ആദ്യമായി തിരക്കഥ എഴുതി സംവിധാനം ചെയ്ത് നായകനായി അഭിനയിച്ച മൂവിയാണ് യൂത്ത്. നടൻ കരുണാസിന്റെ മകനാണ് കെൻ കരുണാസ്. ഇതിൽ സുരാജ് വെഞ്ഞാറമൂട് ഒരു പ്രധാന വേഷത്തിലെത്തുന്നു. കൂടാതെ മീനാക്ഷി ദിനേശ്, അനിഷ്മ അനിൽകുമാർ തുടങ്ങിയവർ ഇതിൽ നായകന്മാരായി എത്തുന്നു. തമിഴ്നാടിന് പുറമെ കേരളത്തിലും മികച്ച പ്രതികരണം ലഭിച്ച ഈ മൂവി ദുൽഖർ സൽമാന്റെ വേഫ്രർ ഫിലിംസ് ആണ് കേരളത്തിൽ പ്രദർശനത്തിന് എത്തിച്ചത്. ഏകദേശം 50 കോടിയോളം കളക്ഷൻ നേടിയ ഈ മൂവിയുടെ OTT റൈറ്റ്സ് സ്വന്തമാക്കിയിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് ആണ്. ഏപ്രിൽ 17 മുതൽ തമിഴ്, തെലുങ്ക്, കന്നഡ, മലയാളം, ഹിന്ദി എന്നീ ഭാഷകളിൽ OTTയിൽ സ്ട്രീമിംഗ് ആരംഭിക്കും. അടുത്തൊരു വെബ് സീരീസ് ആണ് എവരിബഡി ലവ്സ് സോഹ്റാബ് ഹാൻഡ. ഈ സീരീസ് രജിത് കപൂർ സംവിധാനം ചെയ്ത് അഭിനയിച്ച ഒരു ഹിന്ദി ഡാർക്ക് കോമഡി മിസ്റ്ററി ത്രില്ലർ സീരീസ് ആണ്. C5 സ്ട്രീമിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. മലയാളം മൂവി വാഴ 2. വാഴ എന്ന ചിത്രത്തിന്റെ രണ്ടാം ഭാഗമാണ് വാഴ 2. ആനന്ദ മൂവി ഫെയിം വിപിൻ ദാസിന്റെ തിരക്കഥയിൽ ആനന്ദ് മേനോൻ സംവിധാനം ചെയ്ത മൂവിയാണ് വാഴ 2. ബോക്സ് ഓഫീസിൽ വലിയ വിജയമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഈ മൂവി 5 ദിവസം കൊണ്ട് 79 കോടിയും 6 ദിവസം കൊണ്ട് 91 കോടിയും 7-ാം ദിവസം അത് 103 കോടി കടന്നു. ഇപ്പോഴിത് 8-ാം ദിവസമായി ഇന്നേക്ക് 115 കോടി 86 ലക്ഷം കളക്ഷൻ നേടിയിരിക്കുകയാണ്. ഈ മൂവിയുടെ ബഡ്ജറ്റ് വെറും 10 കോടി രൂപ മാത്രമാണ്. ഈ മൂവിയുടെ OTT റൈറ്റ്സ് ജിയോ ഹോട്ട്സ്റ്റാർ സ്വന്തമാക്കുമെന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. നമുക്ക് കാത്തിരിക്കാം ഈ മൂവിയുടെ OTT റിലീസ് ഡേറ്റിന് വേണ്ടി.